NEWC യൂണിയന്റെ വണ്ടമേട്ടിൽ പുതുക്കിപ്പണിത ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മെയ് 3-ാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. 1971 കോട്ടയം ജില്ലയുടെ ഭാഗമായ ഉടുമ്പൻചോല താലൂക്കിൽ പ്രവർത്തനം ആരംഭിച്ച നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് യൂണിയൻ ഏല വ്യവസായത്തിലെ തൊഴിലാളികളുടെ ശക്തമായ യൂണിയനാണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ആകമാനം പ്ലാന്റേഷൻ മേഖലയിൽ നിറസാന്നിധ്യമാണ് ഈ യൂണിയൻ. ഉദ്ഘാടന യോഗത്തിൽ NEWC പ്രസിഡന്റ് രാജാമാട്ടുകാരൻ അധ്യക്ഷനായിരിക്കും. KV ജോർജ് കാര്യമറ്റ മെമ്മോറിയൽ ഹാൾ മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്യും. ഫോട്ടോ അനാച്ഛാദനം അഡ്വക്കേറ്റ് EM ആഗസ്തി നിർവഹിക്കും. കമ്പ്യൂട്ടർ ഹാളിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിക്കും. പൊതുയോഗം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, സിറിയക് തോമസ്, PJ ജോയി, മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ, F രാജ എന്നിവർ സംസാരിക്കും. നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് തൊഴിലാളി സ്ഥാപനമായിട്ട് വണ്ടമേട്ടിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് കോട്ടയം ജില്ല ഒരുമിച്ച്, നമ്മുടെ ജില്ലയും കോട്ടയം ജില്ലയും ഒരുമിച്ച് കിടക്കുന്ന സമയത്താണ് ഇതിന് തുടക്കം കുറിക്കുന്നതും. ആ സമയത്ത് KV ജോർജ് കരിമറ്റം നേതൃത്വം കൊടുത്തുകൊണ്ട് വണ്ടമേട്ടിൽ ഏതാണ്ട് ഒരു 10-18 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ ചെറിയൊരു കുടിയിൽ സ്ഥാപിക്കുകയായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി. 1971 ശേഷം ഹൈറേഞ്ച് മേഖലയിലെ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു. അവർക്ക് മഞ്ഞും കാറ്റും, ആ സമയത്ത് മഞ്ഞും കാറ്റും മഴയും 12 മാസം ഉണ്ടെങ്കിൽ 12 മാസവും മഴയും. തുടർന്ന് നാഷണൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC യൂണിയൻ 56-ാം വാർഷിക ജനറൽ കൗൺസിലിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് KV ജോർജ് കാര്യമറ്റം ഹാളിൽ നടക്കും. യൂണിയൻ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ അധ്യക്ഷനായിരിക്കും. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ ജനറൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കളായ ആനി മാത്യു, ഉഷാകുമാരി, AP ഉസ്മാൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ രാജാമാട്ടുകാരൻ, തോമസ് രാജൻ, രാജു ബേബി, വക്കച്ചൻ തുരുത്തിയിൽ, തങ്കച്ചൻ ഇടയാടി, സന്തോഷ് അമ്പടിവിലാസം, KC ബിജു, KG മോഹനൻ, PS രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.